വഴിയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴിയാണ്. പാലോടുള്ള വടക്കുംതല ഗിരിരാജന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നാ പിന്നെ സമയം കളയാതെ വേഗം പോയിട്ട് അവന്റെ ജീവൻ എടുത്തിട്ട് എന്റെ ജീവൻ എന്റെ ശരീരത്തിലേക്ക് കയറ്റിത്താ വേഗം. ഞാൻ അതുവരെ പോണ്ടേ, ഒന്ന് സമാധാനം താ. അതെ, 4 മണിയായി എന്റെ ലില്ലിമോൾ എന്നെ ഒന്ന് വിളിക്കും. ആ സമയത്ത് ഞാൻ ഉണർന്നില്ലെങ്കിൽ അവരെന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ മരിച്ചു എന്നറിയും. പിന്നെ എങ്ങനെയാ മരിച്ചതെന്നറിയാം. എന്നെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. ആ കീറി മുറിച്ച ശരീരത്തിലേക്ക് പിന്നെ എന്റെ ജീവൻ കയറിയിട്ട് വല്ല കാര്യം എന്താ? എന്റെ ജീവനൊന്നും തിരിച്ചതാ. നിങ്ങൾ എന്നെ ഇവിടെ ടെൻഷൻ അടിപ്പിക്കല്ലേ, വഴി ഉണ്ടാക്കാം. നിങ്ങൾ റിലാക്സ് ചെയ്യും. സമയം പോയിട്ട് വരുമോ? 4 മണിക്ക് മുമ്പ് വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ കാത്തിരിക്കും. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് പൊക്കി കെട്ടിക്കൂട്ടിടേ, ഇപ്പൊ വീണേന്. പിന്നെ ഞങ്ങളൊക്കെ കൊമ്പ് വെച്ചാണല്ലോ നടക്കണം ഇവിടെ. ഉറങ്ങിക്കോ 4 മണിയാവുമ്പോ ഇനി സമയമുണ്ട്. 4 മണിക്ക് മുമ്പെങ്കിലും കാലവാക്ക് വലിച്ചില്ലെങ്കിൽ പൊടിയാണെങ്കിൽ ചൂടെടുത്തിട്ട് എനിക്ക് ചാകാനുള്ള വിഷമമുണ്ട്. പിഴിഞ്ഞില്ല ഇതുവരെ. പിഴിയോ ഇല്ലയോ? ഇത് പിഴിഞ്ഞിട്ടേ മേലാലല്ലേ അമ്മാവനോട് ഈ പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സത്യം മനുഷ്യനെ എവിടെയെങ്കിലും ഇരുന്നേനെ. അപ്പൊ മനുഷ്യങ്ങൾ ഞങ്ങളെ വിളിക്കാൻ നിൽക്കരുത്. അമ്മായി എങ്ങനെ സഹിക്കണേ അമ്മാവനെ? ഇങ്ങോട്ട് ചാടി കടിച്ചു വരുമ്പോഴേ 4 വർത്താനം അങ്ങോട്ടങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ മിണ്ടത്തില്ല. എന്തൊരു ഒച്ചയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പിടിച്ച മുയലിനും 4 കൊമ്പെന്നും പറഞ്ഞാൽ അത് നമുക്കറിയാലോ അങ്ങനെ വരാൻ വഴിയുള്ളെന്ന്. ഞാൻ കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കൂടി. പാവടി പുള്ളിക്കാരായി. നിങ്ങൾക്കറിയാവോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു പോയാ മനുഷ്യന്റെ സ്നേഹം ഒന്ന് കാണണം. എന്ത് കരുതലാന്നറിയോ പാവം. ശരിയാ, പക്ഷെ വായു വരുന്നെല്ലാം വിളിച്ച് പോവുകയും ചെയ്യും. അല്ലാതെ സ്വസ്ഥത തരുമോ? സത്യം അവന്റെ പൊന്നോ. പാവടി. അമ്മാവനും അമ്മായിയും വന്നു കഴിഞ്ഞാൽ 10 ആളുകൾ അറിയും. പാവം. പിന്നെ നമുക്കങ്ങ് വിഷമം വരും. ഓ, അമ്മാവൻ പുരാണം തുടങ്ങിയിട്ട് അത് തന്നെയാണല്ലോ. പിന്നെ ഇല്ലേ, എനിക്ക് അങ്ങേരെ ഒഴിച്ച് പിന്നെ വേറെ സ്പൂൺ എടുക്കുക, സ്പൂൺ എടുക്കുക നീ കാണിക്കണം. ഇതിനകത്തോട്ട് ഒഴിച്ച് തിരിച്ചു വിളിക്കാൻ ബോധമില്ലാതായി. ഇതിലൊരു ഗ്ലാസ് വെള്ളം അങ്ങേർക്ക് കൊണ്ട് കൊടുക്കണം കേട്ടാ. ആര് കൊണ്ട് കൊടുക്കും? നീ കൊണ്ട് കൊടുക്കും. 4 മണിക്ക് വിളിച്ചുണർത്താനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഞാൻ നാരങ്ങ വെള്ളമായിട്ട് പോവാം. അതിന് മുന്നേ നാരങ്ങ വെള്ളം കൊടുക്കണമെങ്കിൽ അമ്മായി തന്നെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് വായിലിരിക്കുന്നതും കേട്ടോ. സത്യം നല്ലത് പറയും. അപ്പൊ നമ്മൾ കൊടുത്താലും പറയും, അമ്മായി കൊടുത്താലും പറയും. നിങ്ങൾ കൊടുത്ത ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് ചേട്ടനെ പറ്റി അറിയാത്തത് കൊണ്ടാ. അങ്ങനെ നിങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് ജീവനാണെന്നറിയാവോ? എപ്പോഴും മക്കള് മരുമക്കള് ചേച്ചി എന്നൊക്കെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മാവനോടൊന്ന് ചോദിച്ചു നോക്കുക ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയും. ആരെയാ? നിങ്ങളെ തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മായിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് എന്റെ ഗിരിയേട്ടനെ. അയ്യോ, ഗിരിച്ചേട്ടൻ എന്ന് പറയുമ്പോ മുഖത്ത് നാണെന്നൊക്കെ. ഞങ്ങളുടെ അമ്മാവനെ ഞങ്ങൾക്കും പ്രാണനാകട്ടോ. ഞങ്ങൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അതെ, ആ മനുഷ്യന് വല്ലതും വന്നു പോയാ ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല.